പക്ഷേ ബോബി ചെമ്മണ്ണൂർ ജയിലിന് പുറത്തിറങ്ങി. പക്ഷേ ജയിലിന് പുറത്തിറങ്ങി എന്നത് ആശ്വസിക്കാനുള്ളൊരു വകയല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഒരു മുട്ടൻ പണി വരുന്നു. ഹൈക്കോടതി വീണ്ടും ബോബിയുടെ അഭിഭാഷകരെ വിളിച്ചു വരുത്തി 12 മണിക്ക് വിശദീകരണം നൽകാനാണ് ആവശ്യപ്പെട്ടത്. കാരണം ഇന്നലെ ജയിലിൻ്റെ പുറത്ത് നടത്തിയ ഷോ ഒരുപാട് ആളുകൾ ചേർന്ന്, ബോബി ഫാൻസ് എന്ന് പറയുന്ന ആളുകൾ ചേർന്നുകൊണ്ട് ഒരുപാട് ഷോ നടത്തി. ഈ പറയുന്ന പരാതിക്കാരിക്കെതിരായിക്കൊണ്ട് ഒരുപാട് വ്യക്തിഹത്യാപരമായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു. ബോബി ജയിലിൽ നിന്ന് പുറത്തിറങ്ങാതിരുന്നു. ഇതൊക്കെ കോടതിയെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ജാമ്യം റദ്ദാക്കുമെന്ന് തന്നെ കർശനമായി പറഞ്ഞിട്ടുണ്ട്. 12 മണിക്ക് അഭിഭാഷകരെ കേട്ട ശേഷം തീരുമാനിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായിരിക്കും ബോബി ചെമ്മണ്ണൂരിൻ്റെ ഒരു സ്ഥിതി? മാത്രമല്ല, ഇത്തരം ആരാധക വൃന്ദങ്ങൾ, വിവരം കെട്ട രീതിയിൽ സംസാരിക്കുന്ന ആളുകൾ ഇദ്ദേഹത്തെ കുഴപ്പത്തിൽ ചാടിക്കുകയല്ലേ? അല്ല, ബോച്ചെ മനസ്സിലാക്കേണ്ടത് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ആരാധക വൃന്ദങ്ങളും മാത്രമല്ല സമൂഹം. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ആരാധക വൃന്ദങ്ങൾക്കും മാത്രമുള്ള ഒരു സ്പേസിൽ എന്തുമാകാം. ഇപ്പോൾ അദ്ദേഹം യഥാർത്ഥത്തിൽ കോടതിയുടെ നിരീക്ഷണത്തിലുള്ള ഒരു പ്രതിയാണ് ശരിക്കും പറഞ്ഞത്. അതെ, അദ്ദേഹം കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനായിട്ടാണ് കോടതി ശ്രമിക്കുന്നത്. അതെ, അദ്ദേഹത്തിൻ്റെ ലഭ്യമാകേണ്ടതായിട്ടുള്ള പ്രത്യേക ആനുകൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് കോടതി ജാമ്യം നൽകുകയാണ് ചെയ്യുന്നത്. അത് കോടതി കാണിച്ച മര്യാദയാണ്, കോടതിയുടെ ഒരു ആനുകൂല്യമാണ്. അതായത് എല്ലാ പൗരന്മാർക്കും അർഹമായിട്ടുള്ള ആനുകൂല്യമാണ്. പക്ഷേ അങ്ങനെ ആനുകൂല്യം ലഭിക്കുന്ന സമയത്ത് ആനുകൂല്യം നൽകിയ കോടതിയെ കളിയാക്കുക, അപഹസിക്കുക, പരാതിക്കാരി ഒരു സ്ത്രീയാണ്, അവർക്കെതിരെ ആരാധക വൃന്ദത്തെ കൊണ്ട് നിരന്തരമായിട്ട് അപഹാസ്യങ്ങൾ, അതേപോലെ വ്യക്തിഹത്യക്ക് തുല്യമായിട്ടുള്ള രീതിയിലുള്ള വാചകങ്ങൾ, മുദ്രാവാക്യങ്ങൾ, ഷോകൾ, ഇതൊക്കെ കൊണ്ട് വലിയ തരത്തിൽ വാർത്ത സൃഷ്ടിച്ച് വീണ്ടും നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുക. അതോടെ ഒപ്പം തന്നെ പ്രിൻ്റ് മീഡിയയിലും വിഷ്വൽ മീഡിയയിലും ഒക്കെ എന്താണ് ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്നതായിട്ടുള്ള ഈ ബോച്ചെ എന്ന് പറയുന്നതായിട്ടുള്ള പ്രതിഭാസം നിരന്തരമായിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കാനായിട്ടുള്ള ഒരു ആഗ്രഹത്തിന് കൂടി ഭാഗമാണ് ഈ ഷോകളെല്ലാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ കോടതി വ്യക്തികളെ നോക്കിയല്ലല്ലോ കാര്യങ്ങൾ ചെയ്യുന്നത്. കോടതിയുടെ മുന്നിൽ ഭരണഘടനയുണ്ട്, നിയമവ്യവസ്ഥയുണ്ട്. ആ നിയമവ്യവസ്ഥയ്ക്ക് അനുസൃതമായിട്ടുള്ള രീതിയിൽ കോടതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. വളരെ മര്യാദയോടുകൂടിയാണ് കോടതി ബോച്ചയുടെ കേസ് പരിശോധിക്കുകയും ബോച്ചയ്ക്ക് അനുകൂലമായിട്ട് വിധി നൽകുകയും അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കുകയും ചെയ്യും. അതെ. പക്ഷെ ജാമ്യം കൊടുത്തിട്ട് പോലും ബോച്ചെ ആ ജാമ്യം ദുരുപയോഗം ചെയ്യാനായിട്ട് ശ്രമം നടത്തിയോ എന്നുള്ളതാണ് കോടതി ഇപ്പോൾ അന്വേഷിക്കുന്നത്. ജാമ്യം നടത്തിയ ആൾക്ക് ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ അയാൾ കോടതിയുടെ ഓർഡർ ഹാജരാക്കി പുറത്തു പോകണ്ടേ? അയാൾ പുറത്തു പോകുന്നില്ല, അയാൾ പുറത്തിറങ്ങുന്നില്ല. അതിന് പകരമായിട്ട് അദ്ദേഹത്തിൻ്റെ ആരാധകർ നിന്നും പുറത്തു നിന്ന് വലിയ തരത്തിലുള്ളതായിട്ടുള്ള വാർത്താ മേളങ്ങൾ സൃഷ്ടിക്കുന്നു. ആ മേളങ്ങളെല്ലാം തന്നെ കോടതിയെ വെല്ലുവിളിക്കുകയും അപഹസിക്കുകയും ചെയ്യുന്നതായിട്ട് മാറി. ഇത് കണ്ട് സഹിക്കാൻ പറ്റാനായിട്ടാണ് കോടതി, ആ കോടതിയുടെ നേതൃപദവിയിലിരിക്കുന്നതായിട്ടുള്ള ജസ്റ്റിസ് അദ്ദേഹം ബോച്ചയുടെ വക്കീൽമാരെ വിളിച്ചു വരുത്തിയിരിക്കുക. 12 മണി എന്ന് പറയുന്നത് എന്താണ് അന്നേരത്ത് സംഭവിക്കുക നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ വക്കീൽമാർ മിക്കവാറും ജസ്റ്റിസിൻ്റെ മുമ്പിൽ മാപ്പപേക്ഷ സമർപ്പിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പം തന്നെ 10:15 കേസ് പരിഗണിച്ച കോടതി ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ഈ പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് സംസാരിച്ചതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം കോടതിയെ പരിഹസിക്കരുതെന്നും കോടതി ജാമ്യം കൊടുത്തത് ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ടല്ല എന്നും ജാമ്യം റദ്ദാക്കുമെന്നും കോടതി തീർത്തു പറഞ്ഞു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അല്ലേ, അത് കോടതിക്ക് കോടതിയെ പരിഹസിക്കുന്നവരെ തോന്നിയാൽ കോടതി റിയാക്ട് ചെയ്യണം. അങ്ങനെ റിയാക്ട് ചെയ്താൽ ഇയാളുടെ ജാമ്യം റദ്ദാക്കപ്പെടുകയും വീണ്ടും ഇയാൾ ജയിലിൽ പോവുകയും ചെയ്യും. അങ്ങനെ പോയാൽ കുറേ ദിവസങ്ങളോളം പിന്നീട് വെളിച്ചം കാണാനായിട്ട് ബോച്ചയ്ക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ പരിപാടികൾക്കും ഷോക്കും വേണ്ടി നിൽക്കുന്നത് നല്ലതല്ല എന്നാണ് കോടതി പറയുന്നത്. വേണ്ട ബോച്ചെ, നിൻ്റെ ഷോ ഒക്കെ കയ്യിൽ വെച്ചോളൂ, കോടതിയോട് വേണ്ട, നീ നാട്ടുകാരുടെ എന്തെങ്കിലും കാണിച്ചോളാൻ ഉള്ള ഒരു അതിൻ്റെ ഒരു സൂചനയാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ ഈ പ്രത്യേക സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. ഒരിക്കലും ഇങ്ങനെ നമ്മൾ ഇരിക്കുമ്പോൾ അങ്ങനത്തെ ഒരു വാർത്ത കേട്ടിട്ടില്ല. ഒരാൾക്ക് ജാമ്യം കൊടുത്തു, അയാൾ ജാമ്യം കിട്ടാൻ വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. ജാമ്യം വാങ്ങിച്ച് അയാൾ ഇറങ്ങിപ്പോകും. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ജാമ്യവും ഇവനെന്ത് ചെയ്യാണ്, ഒരു ആയുധമാക്കുകയാണ് ചെയ്യുന്നത്. അതാണ് പ്രശ്നം. കോടതിയൊക്കെ ഇട്ട് കളിച്ച് കേരളത്തിലെ വലിയ ഒരു പുള്ളിയായിട്ട് മാറാം എന്ന് അയാൾ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു പുപ്പിലി എന്നൊക്കെ പറയുന്ന രീതിയിൽ മാറാനുള്ള ബോച്ചയുടെ ശ്രമമാണ്. വളരെ ആക്ഷേപഹാസ്യകരമായിട്ടുള്ള രീതിയിൽ കൈകാര്യം ചെയ്യേണ്ട ഈ കഥാപാത്രത്തെ കൂടുതൽ അപകടങ്ങളിലേക്ക് അദ്ദേഹത്തിൻ്റെ ഈ വിഡ്ഢിത്തം നിറഞ്ഞിരിക്കുന്നതായിട്ടുള്ള പൊട്ടത്തരം നിറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഫാൻസ് ഗ്രൂപ്പ്
നയിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാശ് കൊടുത്ത ഇതുമാരത്തെ ഒരുപാട് ഫാൻസിനുണ്ട്, അവർക്ക് പ്രത്യേക വ്യക്തിത്വമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ കാശ് കൊടുത്ത് കൊണ്ടുവരുന്നതായിട്ടുള്ള കൂലി പട്ടാളം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ കൂലിപ്പട്ടാളം ഇയാൾക്ക് വേണ്ടിയിട്ട് പലതരം ഷോകളെന്ന് കാണിച്ച് ആ ഷോകൾ അതിര് വിടുകയും അവസാനം ഈ ബോച്ചെ എന്ന് പറയുന്ന ആൾ ഒരു കാരണവശാലും ജയിലിൻ്റെ അതിര് കടന്ന് പുറത്തു വരാൻ പറ്റാത്ത സ്ഥിതിയിലായിത്തീരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇന്നലെ മകരവിളക്കായതുകൊണ്ട് ഈ വേണ്ടത്ര ഒരു എന്താണ് ഈ പറയുന്ന പോലെ മാധ്യമങ്ങളുടെ ശ്രദ്ധ കിട്ടില്ല എന്നൊരു കാരണം കൊണ്ട്, ജയിൽ അധികൃതർ തന്നെ പറയുന്ന കാര്യമാണ്, കിട്ടില്ല എന്നൊരു കാരണം കൊണ്ട് ബോണ്ടിൽ ബോച്ചെ ഒപ്പിട്ടില്ല എന്നും ഇത് ഏതോ ഒരു തരത്തിലുള്ള മാർക്കറ്റിംഗ് ഏജൻസിയുടെ ഒരു ബുദ്ധി ഉപദേശത്തിൻ്റെ പുറത്താകാം അദ്ദേഹം ഇത് ചെയ്തെന്നും അഭിഭാഷകർ പക്ഷേ അദ്ദേഹത്തെ ഈ കേസിൻ്റെ പ്രാധാന്യം എന്താണ് ബോധിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടും അദ്ദേഹം അത് കേൾക്കാതെ ജയിലിൽ തുടരുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. രണ്ടാമത്തത്, ഹൈക്കോടതി ഇന്ന് രാവിലെ തന്നെ, അതായത് രജിസ്ട്രിയിൽ നിന്ന് ഈ ഒരു നിർദ്ദേശം അഭിഭാഷകർക്ക് പോയതിന് തൊട്ടു പിന്നാലെ ഓടിപ്പടച്ച് ജയിലിലെത്തുകയും ബോച്ചെ ഇനി ഇവിടെ കിടന്നാൽ ഇവിടെ തന്നെ കിടക്കും എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കുകയും പെട്ടെന്ന് 10 മിനിറ്റ് കൊണ്ട് കാര്യങ്ങളെല്ലാം നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി പെട്ടെന്ന് അദ്ദേഹം കയറി പോവുകയായിരുന്നു ചെയ്തത്. ഈ അവിടെ സ്വീകരിക്കാൻ വന്ന ആളുകളെല്ലാം ഇവർ തന്നെ ഓടിച്ചു, ആരോടും ഇവിടെ നിൽക്കരുത് എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള എല്ലാവരെയും മാറ്റിക്കൊണ്ടാണ് ഇന്ന് ഈ കാര്യം ചെയ്തത്. അപ്പോൾ ഇവർക്ക് ചെയ്തത് വിഡ്ഢിത്തമാണെന്ന് തോന്നുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അല്ല, കോടതി വടിയെടുക്കുമ്പോഴൊക്കെ എല്ലാവർക്കും സാധാരണ രീതിയിൽ അവർ ചെയ്യുന്നതായിട്ടുള്ള മണ്ടത്തരങ്ങളും വിഡ്ഢിത്തരങ്ങളും തിരിച്ചറിയാനായിട്ട് കഴിയും. PR ഏജൻസിയാണല്ലോ വർക്ക് ചെയ്യുന്നത്. ബോച്ച എങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടത്, എങ്ങനെ എളിക്കണം, എങ്ങനെ ഡാൻസ് ചെയ്യണം, എങ്ങനെ സ്ത്രീകളോട് പെരുമാറണം, എങ്ങനെയാണ് തനിക്ക് കൂടുതൽ പ്രശസ്തി കിട്ടാനായിട്ടുള്ള സാധ്യത, ഇത് നിരന്തരമായിട്ട് ഇയാളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും PR ഏജൻസിയാണ്. ആ PR ഏജൻസിയുടെ ഒരു വിഡ്ഢിത്തരം കൂടിയാണ് ഉണ്ട്. കാരണം PR ഏജൻസി കോടതിയല്ല നോക്കുന്നത്, പകരം ഈ ആൾക്കൂട്ടം എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുക എന്ന് നോക്കിയിട്ടാണ്, അല്ലെങ്കിൽ വാർത്ത എങ്ങനെ കിട്ടും എന്ന് നോക്കിയിട്ടാണ് അവരുടെ ഓരോ പരിപാടികളും ആസൂത്രണം ചെയ്യുന്നത്. അങ്ങനെ കോടതിയുടെ പരിപാവനമായിട്ടുള്ള നടപടിക്രമങ്ങളെ വെല്ലുവിളിക്കുന്നതിൽ യാതൊരുതായിട്ടുള്ള മടിയില്ലാത്തതായിട്ടുള്ള മണ്ടന്മാരുടെ ഒരു സംഘമാണ് യഥാർത്ഥത്തിൽ ബോച്ചയെ നയിക്കുന്നതെന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ അഭിഭാഷകർ പറഞ്ഞു, കളിക്കല്ലേ, ഞങ്ങളീ പണിക്കൊന്നുണ്ടാവില്ല, നീ ഇവിടെ തന്നെ കിടക്കും എന്ന് പറഞ്ഞപ്പോഴാണ് ആ ബോച്ച കാര്യം മനസ്സിലായത്. പെട്ടെന്ന് തന്നെ ബോണ്ട് കൊണ്ടുവന്നു, ഒപ്പിട്ടു, ആ കാര്യങ്ങളൊക്കെ ചെയ്ത് ചടപടാന്ന് കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം വക്കീൽമാരി എന്ന് പറഞ്ഞു, PR ഏജൻസിയോട് പറഞ്ഞു, ഈ ജന്തുക്കൾ ഒറ്റണത്തിനെ പുറത്ത് കാണാൻ പാടില്ല. അതെ, ബോച്ച ഫാൻസ് എന്ന് പറയുന്നത് ഒറ്റ ആൾ ഈ പ്രദേശത്ത് കണ്ടുവരുന്നത് ബോച്ച ഇറങ്ങുന്ന സമയത്ത് എന്ന് പറഞ്ഞു. അങ്ങനെ ഐറ്റങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ പെട്ടെന്ന് പറന്നുപോയി എന്നുള്ളതാണ്. നമ്മൾ പറയും പൊടി പോലും ഇല്ല കാണാൻ എന്ന് പറയുന്നവരെ ഒറ്റണത്തിനെയും കാണാനില്ല, എക്കത്തിനും പറപ്പിച്ച് ഓടുന്നു. ഇപ്പോൾ വളരെ ശാന്തമാണ്. കോടതി നോക്കുന്ന സമയത്ത് എല്ലാം ഭംഗിയായിരിക്കുന്നു എന്ന് ഒരു വിശ്വാസം കോടതിക്ക് വരാവുന്ന എല്ലാ കാര്യങ്ങളും ബോച്ചയുടെ അഭിഭാഷകരും അതുപോലെ തന്നെ ആ അഭിഭാഷകരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള പരിചാരക സംഘം ചെയ്തു വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് കോടതി കാര്യങ്ങളെല്ലാം പരിഗണിക്കുന്ന സമയത്ത് കോടതിക്ക് കുറച്ച് സംതൃപ്തി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു മുന്നറിയിപ്പോടുകൂടി ജാമ്യ വ്യവസ്ഥ തുടരാനായിരിക്കും സാധ്യത. മിക്കവാറും അദ്ദേഹത്തിന് വേണ്ടി ഹാജരാകുന്ന അഡ്വക്കേറ്റ് സെക്കർ കോടതിയുടെ കാല് പിടിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അഡ്വക്കേറ്റ് രാമൻപിള്ളയാണ് ഹാജരാകുന്നത്. അതെ, ആര് ഹാജരായാലും അവർക്കൊന്നും ചെയ്യാനില്ല ഇതിനകത്ത്. അവരവരുടെ അന്തസ്സ് പോലും നഷ്ടപ്പെടുത്തി ഈ ഭ്രാന്തിന് വേണ്ടിയിട്ട് കാല് പിടിച്ചാൽ മാത്രമാണ് കോടതിയിൽ നിന്ന് ഇയാൾക്ക് ജാമ്യം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അത്ര ആ ഒരു സ്ഥിതിയിലേക്ക് അവർ എത്തിയിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ബോച്ചെ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനി 12 മണിക്ക് കോടതിയുടെ തീരുമാനം എന്തായിരിക്കുമെന്ന്, അന്തിമ തീരുമാനം നമുക്ക് 12 മണിക്ക് അറിയാം. അല്ല, 12 മണിക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മളിപ്പോൾ വന്നിരിക്കുന്ന പ്രത്യേക ഒരു സാഹചര്യം പരിശോധിച്ച് കഴിഞ്ഞാൽ കോടതി ജാമ്യം തുടരാൻ സമ്മതിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും. പക്ഷേ കോടതി കൃത്യമായിട്ട് വ്യവസ്ഥ വെക്കും. ഇത് കണ്ടീഷണലായിരിക്കും. ഈ എന്താണ് വൃത്തികേടുകൾ, അലമ്പുകൾ, ആഭാസത്തരങ്ങൾ കാണിച്ചാണ് നീ കോടതിയോട് കളിക്കാൻ വരുന്നതെങ്കിൽ നിനക്ക് സ്ഥിരമായിട്ട് ഇവിടെ കിടക്കേണ്ടി വരും എന്ന് പറയുന്ന സൂചന പറയാതെ പറയുന്ന സമീപനമായിരിക്കും കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അതിനിവരെല്ലാം പത്തി മടക്കി കീഴടങ്ങി കാലും കിടന്ന് കോടതിയോട് യാചിച്ച് ജാമ്യം വാങ്ങിച്ച് ഇയാൾ പോകാനുള്ള സാധ്യത കൂടുതൽ എനിക്ക് തോന്നുന്നു. തീർച്ചയായും കാത്തിരുന്നതാണ്.